പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടരുകയാണ്. ഇവിടെ 42-ാം പേജിൽ നോക്കാം. ഗേവ് ത്രൂ ദ ഫോളോവിങ് ന്യൂസ് റിപ്പോർട്ട്സ്. കുറച്ച് ന്യൂസ് റിപ്പോർട്ട് വായിക്കാനാണ് പറയുന്നത്. 5 men have been arrested in connection with the theft last month of 3 masterpieces from the National Museum in Stockholm. അതായത് കഴിഞ്ഞ മാസം നാഷണൽ മ്യൂസിയത്തിൽ നിന്നും കളവ് പോയ അല്ലെ മോഷ്ടിക്കപ്പെട്ട പെയിൻറ്റിങ്സ്, കള്ളന്മാരാണ് പെയിൻറ്റിങ്സ് മോഷ്ടിച്ചത്. അതുമായി ബന്ധപ്പെട്ട് 5 പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 5 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഹാവ് ബീൻ അറസ്റ്റഡ് എന്ന് പറയുന്നത് പാസീവ് വോയിസ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പാസീവ് വോയിസ് എന്ന് പറയുന്നത് അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. പാസീവ് വോയിസ് ഗ്രാമർ നോട്ട്സൊക്കെ വെച്ച് പഠിക്കുകയാണത്. പലപ്പോഴും നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് പാസീവ് വോയിസ് ആണ്. അത് ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മളിപ്പം റേഡിയോ ന്യൂസൊക്കെ കേൾക്കുമ്പം നമുക്കറിയാം, ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ, ദ ന്യൂസ് ഈസ് റെഡ് ബൈ സുഷ്മ മോഹൻ. അത് നോക്കുക നിങ്ങൾ. അപ്പോൾ ദ ന്യൂസ്, അപ്പോൾ ഇത് ഓൾ ഇന്ത്യ റേഡിയോ ആണ്. ന്യൂസ് സുഷമ മോഹനാൽ വാർത്ത വായിക്കപ്പെടുന്നു, അങ്ങനെയാണ്. സുഷമ മോഹനാൽ വാർത്ത വായിക്കപ്പെടുന്നു അങ്ങനെ പറയുമ്പോൾ പിന്നെ വാർത്തയ്ക്കല്ല പ്രാധാന്യം. സുഷമ മോഹനല്ല പ്രാധാന്യം, അവിടെ വാർത്തയ്ക്കാണ്. അതിപ്പോൾ നാരായണിയോ ഗോപാലനോ ആര് വായിച്ചാലും വാർത്തയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളവിടെ ഇരിക്കുന്നത്, വാർത്ത കേൾക്കാനിരിക്കുന്നത് വാർത്ത കിട്ടാൻ വേണ്ടി മാത്രമാണ്. അവരൊരു ഏജൻറ്റ് മാത്രമാണ്. അത്തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് സാധാരണ പാസീവ് വോയിസ് ഉപയോഗിക്കാറ്. ഇവിടെ 5 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പം ഇവിടെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ അത് ഇമ്പോർട്ടൻ്റ് അല്ല, പോലീസുകാരാണല്ലോ. അപ്പോൾ സബ്ജക്റ്റിനല്ല ഒബ്ജക്റ്റിന് പ്രാധാന്യമുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ പാസീവ് വോയിസിൽ ഉപയോഗിക്കാറുള്ളത്. അടുത്ത നോക്കുക നമ്മൾ. ദ സ്വീഡിഷ് നാഷണൽസ് വർ ഡീറ്റെയിൻഡ് ഇൻ ദ Stockholm area just days after police received several photos of the paintings along with a demand for hundreds of thousands of pounds. അടുത്തെന്താണ് പറയുന്നത്? സ്വീഡിഷ് നാഷണൽസ് വർ ഡീറ്റെയിൻഡ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. വീണ്ടും പാസീവ് വോയിസ് ആണ്. പലപ്പോഴും നമ്മൾ പത്രങ്ങളിൽ പാസീവ് വോയിസ് കാണാം. അതായത് സ്വീഡിഷ് പൗരന്മാരെ പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എവിടെയാണ്? സ്റ്റോക്ക്ഹോം ഏരിയയിൽ. ജസ്റ്റ് ഡേയ്സ് ആഫ്റ്റർ പോലീസ് റിസീവ്ഡ് സെവറൽ ഫോട്ടോസ് ഓഫ് ദ പെയിൻറ്റിങ്സ്. ആ പെയിൻറ്റിങ്സിൻ്റെ കുറേ ഫോട്ടോസ് അവരിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്തത്. അലോങ് വിത്ത് എ ഡിമാൻഡ് ഫോർ 100,000 of pounds. മാത്രമല്ല, അത് ആ ഫോട്ടോസ് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പിന്നെ ഒരുപാട് ആയിരക്കണക്കിന് പൗണ്ട്സ് അതിന് ആ ഫോട്ടോസിന് അവർ വിലയും പറഞ്ഞുകൊണ്ടാണ് അത് വിൽക്കാൻ ശ്രമിക്കുന്നത്. ആ സമയത്താണ് അവരെ പിടിച്ചിരിക്കുന്നത്. ദ വർക്ക്സ് ഓഫ് ആർട്ട് ഇൻക്ലൂഡിംഗ് വൺ ബൈ ദ ഡച്ച് മാസ്റ്റർ Rembrandt are estimated to be worth up to $30 million in total. ആ കലകളെ, ആ ചിത്രങ്ങളെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിൽ ഒരു ഡച്ച് മാസ്റ്ററായിട്ടുള്ള റാംബ്രാൻഡിൻ്റെ അതിന് ഏകദേശം 30 മില്യൺ US ഡോളറാണ് അതിന് $30 million അതിന് വില വരുന്നതെന്ന് പറയണം. The crew of the world's biggest ocean racing yacht, the team Philip Catamaran, have been rescued after the boat was badly damaged in storms. ഓഷൻ റേസിംഗ് യാറ്റിൻ്റെ ഒരു ടീമിൽപ്പെടുന്ന ഫിലിപ്സ് കാറ്റമറൻ, അദ്ദേഹത്തിന് റെസ്ക്യൂ ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി. ഒരു പ്രാവശ്യം കൊടുങ്കാറ്റിൽപ്പെട്ട് ബോട്ട് നശിക്കപ്പെട്ടപ്പോൾ എന്ന് പറയുന്നത്. ദേ ഹാഡ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ എ റേസ് 800 miles ഓഫ് ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് അയർലൻഡ്. അവർ 800 മൈൽസ് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഐലൻഡിലേക്ക് ഒരു റേസ് നടത്താൻ പ്ലാന് ചെയ്യുകയായിരുന്നു ഈ ഫിലിപ്സ് കാറ്റമാരൻ അടങ്ങുന്ന സംഘം. അപ്പോൾ ആ സമയത്താണ് ബോട്ട് കാറ്റിൽപ്പെട്ടത്. അങ്ങനെ അവരെ ഹാവ് ബീൻ റെസ്ക്യൂഡ്. അവിടെ വീണ്ടും പാസീവ് വോയിസ് ആണ്, ശ്രദ്ധിക്കുക. അടുത്ത ശ്രദ്ധിക്കുക. ലുക്ക് അറ്റ് ദ വെർബ്സ് ഇൻ ബോൾഡ് പ്രിൻറ്റ്. ഇൻ വാട്ട് റെസ്പെക്ട് ദേ ആർ സിമിലർ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഹാവ് ബീൻ അറസ്റ്റഡ്, വർ ഡീറ്റെയിൻഡ്, ആർ എസ്റ്റിമേറ്റഡ്, അതുപോലെ ഹാവ് ബീൻ റെസ്ക്യൂഡ്, ഈ സെൻറ്റൻസുകളൊക്കെ പാസീവ് വോയിസ് ആണ്. ചെയ്യപ്പെടുന്നു, ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഒരാൾ ഡയറക്റ്റ് ചെയ്ത കാര്യങ്ങളല്ല ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്റ്റിന് പ്രാധാന്യമുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ അതിൻ്റെ ഉദാഹരണം രാമ
രാമ കിൽഡ് രാവണ എന്ന് പറയുമ്പോൾ രാമൻ രാവണനെ കൊന്നു. അപ്പോൾ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ രാവണ വാസ് കിൽഡ് ബൈ രാമ. ഇത്തരത്തിലുള്ള സെൻറ്റൻസാണ് ഇതിൽ കൂടുതലായിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കൂടുതലായിട്ടും നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്, ഇത് പഠിക്കേണ്ടതാണ്. ഫൈൻഡ് ഔട്ട് 2 words or phrases which refer to paintings in report. അതിൽ പെയിൻറ്റിങ്സ് എന്നതിൽ പറയുന്നതിനപ്പുറം അതിൽ പിന്നെ പറഞ്ഞിട്ടുള്ള ഒന്ന് ദ വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് പെയിൻറ്റിങ്ങിന് പകരം ഉപയോഗിച്ചൊരു വേർഡാണ്. ശ്രദ്ധിക്കുക, ദ വർക്ക് ഓഫ് ആർട്ട്, വർക്ക്സ് ഓഫ് ആർട്ട് അല്ലേ, കലാരൂപങ്ങൾ എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്ന് മാസ്റ്റർ പീസസ് എന്ന് പറയുമ്പം ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല കവിത, ഏറ്റവും നല്ല നോവൽ, ഏറ്റവും നല്ല നാടകം, അല്ലെങ്കിൽ ഏറ്റവും നല്ല പെയിൻറ്റിങ്, ഇതൊക്കെ എന്താണ് അയാളുടെ മാസ്റ്റർ പീസ് എന്ന് പറയും. ഏറ്റവും നല്ല സിനിമ ഒക്കെ. അപ്പം ഇവിടെ ഈ പെയിൻറ്റിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത് 2 എണ്ണമാണ്, വർക്ക് ഓഫ് ആർട്ട് എന്നും മാസ്റ്റർ പീസസ് എന്നും. പിന്നെ ഇതിൽ ബോട്ട് എന്നതിന് പകരം ഉപയോഗിച്ചിട്ടുള്ള വേർഡ് യാറ്റ് എന്നാണ്. ഓഷൻ റേസിംഗ് യാറ്റ് എന്ന് പറയുമ്പം പിന്നെ കളിവള്ളം അല്ലെങ്കിൽ കളിവഞ്ചി എന്നൊക്കെ പറയുമ്പോൾ കളിവഞ്ചി തുഴയുന്ന അതിൽ റേസ് ചെയ്യുന്ന ആളുകളായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ഫിലിപ്സ് കാറ്റമറാൻ ടീം. ഓക്കെ. പിന്നെ വാട്ട് സ്പെഷ്യൽ എഫക്ട്സ് ടു ദ ഡെഡ് ലൈൻ 5 men were arrested instead of police arrested 5 men bring to you. What are they discuss? ഇവിടെ നമുക്കിവിടെ പോലീസ് അറസ്റ്റഡ് 5 men എന്ന് പറയുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ സുഖത്തിലാണ് 5 men were arrested എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖം, അതിൻ്റെ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തതാണ് എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റുഡാണ്. അപ്പം ആരറസ്റ്റ് ചെയ്തു എന്നുള്ളതിനൊരു പ്രാധാന്യതയില്ല. 5 പേരെ അറസ്റ്റ് ചെയ്തു, അവരാണ് പ്രാധാന്യം. അപ്പോൾ ഒബ്ജക്റ്റിനാണ് ഇവിടെ പ്രാധാന്യം. അത്തരത്തിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പാസീവ് വോയിസിൽ എഴുതേണ്ടത്. ഹൗ ഡസ് ദ യൂസ് ഓഫ് സിനണിംസ് കീപ് ദ റീഡേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റോറി. അതുപോലെ ഒരു പര്യായങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഒരു വീടിൻ്റെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള, ഒരേ വേർഡിൻ്റെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പദങ്ങൾ, ഒരേ വേർഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ മലയാളത്തിലെടുക്കുകയാണെങ്കിൽ രാത്രി എന്ന് എടുക്കുകയാണ് നിശ, നിശീധിനി എന്നൊക്കെ പറയുന്ന ഇതൊക്കെ എന്താണ്, രാത്രിക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ പിന്നെ ഇംഗ്ലീഷിൽ പറയുന്ന സ്ലീപ്പ് എന്നുള്ള വേർഡിന് പകരം സ്ലംബർ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഹങ്കർ, വിശപ്പ് എന്ന വേർഡിന് പകരം അപ്പറ്റൈറ്റ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്, ഒരുപാട് പര്യായ പദങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള. അപ്പോൾ നമ്മൾ പര്യായ പദങ്ങൾ കാണുക, ഒരു വേർഡിന് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള മറ്റ് പദങ്ങൾ, അതേ അർത്ഥം വരുന്ന മറ്റ് പദങ്ങളെയാണ് നമ്മൾ പര്യായ പദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സെയിം വേർഡ് ഉപയോഗിക്കാണ്ട് ഒരേ അർത്ഥമുള്ള വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ഭംഗി കൂടുമെന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച സാധനം തന്നെ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ഭംഗി കുറവുണ്ടാവും. ചൂസ് വൺ ഓഫ് ദി following ആൻഡ് റൈറ്റ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട് ഇറ്റ്. ആൻ അൺയൂഷ്വൽ ഇവൻറ്റ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ പിന്നെ സംഭവിച്ചിട്ടുള്ള ഒരു അസാധാരണമായിട്ടുള്ള സംഭവത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എഴുതാനാണ് അത് എഴുതുക. അല്ലെങ്കിൽ ആൻ ഇൻട്രസ്റ്റിംഗ് പ്ലേസ് യു ആർ വിസിറ്റഡ്, നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ച് എഴുതാൻ. ഈ 2 എണ്ണമാണ് പിന്നെ റിപ്പോർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് നോക്കിയിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് എഴുതുക. അവിടെയൊക്കെ നിങ്ങൾ പാസീവ് വോയിസ് ഒക്കെ ഉപയോഗിച്ച് മറ്റേ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ടു തിങ്ക് ഓഫ് എ ഗുഡ് ഹെഡ്ലൈൻ. അപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു തലക്കെട്ട് വേണം. ടു ഇൻക്ലൂഡ് സം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ്. അതിമനോഹരമായിട്ടുള്ളതും രസകരമായിട്ടുള്ളതുമായിട്ടുള്ള പിന്നെ വിവരണങ്ങളും അതുപോലെ വിവരങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ടു കീപ്പ് ഇറ്റ് സിമ്പിൾ ആൻഡ് നോട്ട് ടു റൈറ്റ് ടു മച്ച്. ലളിതമായിട്ട് എഴുതുക, ഒരുപാട് എഴുതി വെക്കാണ്ടിരിക്കുക, നല്ല രീതിയിൽ എഴുതുക. അടുത്ത, ഹാവ് യു എവർ തോട്ട് ഓഫ് ബിക്കമിങ് എ കോളംനിസ്റ്റ് ഓർ ജേർണലിസ്റ്റ് ഫോർ എ ന്യൂസ് പേപ്പർ? റീഡ് ദ ഫ്ലവിംഗ് ആർട്ടിക്കിൾ സൈമൺ ജെങ്കിൻസ് ദ ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ജേർണലിസ്റ്റിക് റൈറ്റിംഗ്. അപ്പോൾ ഇവിടെ പിന്നെ നിങ്ങളെപ്പോഴെങ്കിലും ഒരു കോളമിസ്റ്റ് ആവാനോ അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആവാനോ ആഗ്രഹിച്ചിട്ടുണ്ടോ പത്രത്തിൽ എന്ന് ചോദിക്കാം. ഇവിടെ സൈമൺ ജെങ്കിൻസിൻ്റെ ഒരു ജേർണലിസ്റ്റിക് റൈറ്റിങ്സിലെ ഫീച്ചേഴ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ചില പദങ്ങളൊക്കെ ഇവിടെ ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കുക, ഒന്ന് വായിച്ച് നോക്കുക നിങ്ങൾ. അവിടെ ഒരു മാച്ച് ദ ഫോളോവിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ്, ആ ഒരു ഫസ്റ്റ് കോളത്തിൻ്റെ ഓപ്പോസിറ്റാണ് നിങ്ങൾ സെക്കൻഡ് കോളത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ. Many new words make their entry into English language every now and then. Let us look at the following words that we come across in the media very often. പുതിയ വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം ലെറ്റ് us look at the following words that we come across in the media very often. ഒരെണ്ണം നോക്കുക, ജേർണലീസ് എന്ന് പറഞ്ഞാൽ ഡിസപ്രൂവിങ്, എ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് കൺസിഡർഡ് ടിപ്പിക്കൽ ഓഫ്
ന്യൂസ് പേപ്പർ. ജേർണലീസ് എന്ന് പറഞ്ഞാൽ ഡിസപ്രൂവിങ് എന്നാണ്, അംഗീകരിക്കാത്ത എന്നാണ്. അപ്പോൾ അത് എ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് കൺസിഡേർഡ് ടിപ്പിക്കൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്. പത്രത്തിൽ പിന്നെ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ഭാഷയാണ്, ഒരു സ്റ്റൈൽ, ഒരു ഭാഷാ രീതിയാണ് ജേർണലീസ് എന്ന് പറയുന്നത്. അടുത്ത റിപ്പോർട്ടാജ്, ഫോമൽ. റിപ്പോർട്ടാജ് എന്ന് പറഞ്ഞാൽ ഫോമൽ എന്നാണ്. ദ ആക്ടിവിറ്റി ഓഫ് ഓർ സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗ് ഇവൻറ്റ്സ് ഇൻ ദ ന്യൂസ് പേപ്പർ ഓർ ബ്രോഡ്കാസ്റ്റിംഗ് ദം ഇൻ ടെലിവിഷൻ ഓർ റേഡിയോ. ഇപ്പോൾ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യലും അതുപോലെ റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ വഴി, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ റേഡിയോ, പിന്നെ ടെലിവിഷൻ വഴി അത് റിപ്പോർട്ട് ചെയ്യലും ചെയ്യാണ് റിപ്പോർട്ടേജ് എന്ന് പറയുന്നത്. അത് ഫോമലാണ്. പാർലാൻസ്, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓർ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് യൂസ്ഡ് ബൈ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പാർലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓർ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് യൂസ്ഡ് ബൈ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു കൂട്ടം വാക്കുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംസാര രീതിയോ ആണ്, ഒരു കൂട്ടം ആളുകൾ സംസാരിക്കുന്ന സംസാര രീതിയോ ആണ് പാർലാൻസ് എന്ന് പറയുന്നത്. യൂസ് യുവർ ഡിക്ഷണറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മീനിങ്സ് ഓഫ് ദ ഫോളോവിങ് വേർഡ്സ്. ഡിക്ഷണറി ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. പത്രക്കാരൊക്കെ ഉപയോഗിക്കുന്ന ചില പദങ്ങളാണ്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്തൊക്കെയാണ്. ക്ലീഷേ. ക്ലീഷേ എന്ന് പറഞ്ഞാൽ എ ഫ്രേസ് ഓർ ഒപ്പീനിയൻ ദാറ്റ് ഈസ് ഓവർ യൂസ്ഡ് ആൻഡ് ബിട്രേസ് എ ലാക്ക് ഓഫ് ഒറിജിനൽ തോട്ട്. യഥാർത്ഥത്തിൽ ക്ലീഷേ എന്നാൽ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു അഭിപ്രായം, അത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ച് അത് തേഞ്ഞ് പോവുക, അതിൻ്റെ ഒറിജിനൽ എഫക്റ്റ് നഷ്ടപ്പെട്ടു പോവുക, അതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടു പോവുക. പറഞ്ഞ് തേഞ്ഞ് പോയ പദം എന്നൊക്കെ പറയില്ല, തേഞ്ഞ് മാഞ്ഞ. അതിനിപ്പോൾ പിന്നെ സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോ ടൈപ്പ് എന്നൊക്കെ അതിൻ്റെ മീനിങ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ പദങ്ങളെയാണ് നമ്മൾ ക്ലീഷേ എന്ന് പറയുന്നത്. അപ്പോൾ സിനിമയിലൊക്കെ ഒരേ തീം നമ്മൾ റിപ്പീറ്റായിട്ട് കാണുമ്പോൾ അത് ക്ലീഷയാണ് എന്ന് പറയും. നമ്മൾ കേട്ട് പഴകി പറഞ്ഞ കാര്യങ്ങൾക്കാണ് ക്ലീഷേ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ക്ലീഷേസാണ് ഓൾ ദ ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. അപ്പോൾ മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്, വരികൾക്കിടയിലൂടെ വായിക്കുക. ബ്രേവ് ആസ് എ ലയൺ, അതായത് സിംഹത്തിനെ പോലെ ധീരനായ. വീക്ക് ആസ് എ കിറ്റൺ, പൂച്ചക്കുട്ടിയെ പോലെ ദുർബലനായ. അഗ്ലി ആസ് സിൻ, പാപത്തെ പോലെ വൃത്തികെട്ട. ഇതൊക്കെ ക്ലീഷേസാണ്. ഡോണ്ട് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്, അതായത് പിന്നെ തൂവിപ്പോയ പാലിനെ ഓർത്ത് നിലവിളിക്കരുത്. ഇത്തരത്തിലുള്ള വാക്കുകളെയാണ് ക്ലീഷേ എന്ന് പറയുന്നത്. മറ്റൊന്ന് ബയാസ് എന്നാണ്. ബയാസ്. അപ്പോൾ എന്താണ് ബയാസ് എന്ന് പറയുന്നത്? the action of supporting or opposing a particular person or thing in an unfair way because of allowing personal opinions to influence your judgment. അതായത് നമ്മളൊരു ഒരു പ്രത്യേക വിഭാഗത്തിനോട് മോശമായിട്ട് ചായ്വുണ്ടാവുക. അതായത് പിന്നെ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇത് പത്രങ്ങളിലാണ് കാണുക. ഒരു പ്രത്യേക പല പാർട്ടിയുടെ പത്രങ്ങളുണ്ടാവും, പല മത വിഭാഗങ്ങളുടെ പത്രങ്ങളുണ്ടാവും. അങ്ങനെ ഓരോരുത്തരുടെ പത്രങ്ങൾ, മാഗസിൻസൊക്കെ അവർക്ക് അതിലെ എഡിറ്റർക്കൊക്കെ ചില കേസിൽ യഥാർത്ഥത്തിൽ അങ്ങനെ പാടില്ല, പക്ഷേ വസ്തുനിഷ്ഠാപരമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. പക്ഷേ ചില കേസിൽ നമുക്ക് കാണാം ആ എഴുത്തുകാരനും ആ എഡിറ്റർക്കുമൊക്കെ അവരുടേതായിട്ടുള്ളൊരു അഭിപ്രായങ്ങൾ, ആ പത്രത്തിന് ഒരു അഭിപ്രായം ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു പത്രമാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടീനെ മാത്രം പിന്താങ്ങുന്ന ഒരു ഇതുണ്ടാവും. അതിനെയാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നത്. എന്തിനെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ചായ്വ് എന്ന് പറയാം. ഒരു പത്രത്തിന് പിന്നെ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് ചായ്വുണ്ടാവും, ഒരു പത്രത്തിന് ചിലപ്പം കോൺഗ്രസ് ചായ്വുണ്ടാവും, ഒരു പക്ഷത്തിന് ചിലപ്പം BJP ചായ്വുണ്ടാവും. അതായത് നിഷ്പക്ഷമായിട്ടല്ലാത്ത രീതിയിൽ എന്തിനെങ്കിലും കാണിക്കുന്നതിനാണ്, സപ്പോർട്ട് ചെയ്യുന്നതിനാണ് ബയാസ് എന്ന് പറയുന്നത്. അടുത്ത കൂടി സ്ലാൻഡറാണ്. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ പറയുക, നമ്മളിപ്പോൾ ഗോസിപ്പ് എന്നൊക്കെ പറയില്ലേ, പരദൂഷണം പറയാം, അതിനാണ് സ്ലാൻഡർ എന്ന് പറയുന്നത്. എ ഫാൾസ് സ്പോക്കൺ സ്റ്റേറ്റ്മെൻറ്റ് about someone that damages their reputation or the making of such a statement. എന്തെങ്കിലും ഇപ്പോൾ ഗോസിപ്പ് പറഞ്ഞ് വേറൊരാളുടെ പ്രശസ്തിയോ വേറൊരാളുടെ റെപ്യൂട്ടേഷനെ ഇല്ലാണ്ടാക്കുക. അത് ചിലപ്പോൾ തെറ്റായിട്ടാണ് പറയുക, ഗോസിപ്പ് എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള സ്ലാൻഡർ എന്ന് പറയാം. സ്കാൻഡൽ എന്ന് പറയാം, സ്ലാൻഡർ എന്ന് പറയാം, ഗോസിപ്പ് എന്നൊക്കെ പറയാം, പരദൂഷണം പറയാം. ഒരാളെക്കുറിച്ച് ഇല്ലാവചനം പറഞ്ഞു വരുത്തുക, അതിനെയാണ് സ്ലാൻഡർ എന്ന് പറയുന്നത്, പരദൂഷണം, ഗോസിപ്പ്. അത് നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ
അതൊരു പത്രഭാഷയാണ് ഈ സ്ലാൻഡർ എന്നൊക്കെ. ഇപ്പോൾ ഗോസിപ്പ്, പരദൂഷണം, സ്ലാൻഡർ, അല്ലെങ്കിൽ സ്കാൻഡൽ, അല്ലെങ്കിൽ പിന്നെ ഗോസിപ്പ്. ഓക്കെ, ഒരാളെ കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കിയിട്ട് അയാളുടെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കുക, അയാളുടെ പ്രശസ്തി ഇല്ലാതാക്കുക. അടുത്തത് പ്ലേജിയാറിസം. പ്ലേജിയാറിസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ലിറ്റററി തെഫ്റ്റ് എന്നാണ് പറയുക. പ്ലേജിയാറിസം, ലിറ്റററി തെഫ്റ്റ്. ലിറ്റററി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സാഹിത്യമോഷണം. അതായത് പിന്നെ വേറെ ആരെങ്കിലും കവിതയോ കഥയോ നോവലോ നാടകത്തിലെയോ ഭാഗങ്ങൾ എടുത്തിട്ട് അവനവൻ കൂട്ടിച്ചേർക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇത് എൻ്റെയാണ് എന്ന് പറയാം. അതിനാണ് കോപ്പി അടിക്കുക, അല്ലേ? കോപ്പി അടിക്കുന്നതിനാണ് വേറെയാളുടെ സാഹിത്യകൃതികൾ കോപ്പി അടിക്കുക. അതിനാണ് സാഹിത്യവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, വേറൊരാൾ എഴുതിയ സാധനങ്ങൾ അതുപോലെയോ അല്ല ഇൻഡയറക്റ്റ് ആയിട്ടോ കോപ്പി അടിച്ച് വെക്കുന്നതിനാണ് നമ്മൾ പ്ലേജിയാറിസം. അതാണ് സാഹിത്യമോഷണം, ലിറ്റററി തെഫ്റ്റ് എന്ന് പറയുന്നത്. നോക്കുക, ദ പ്രോസസ് ഓർ പ്രാക്ടീസ് ഓഫ് യൂസിങ് അനദർ പേഴ്സൺസ് ഐഡിയാസ് ഓർ വർക്ക് ആൻഡ് പ്രിറ്റൻഡിങ് ദാറ്റ് ഇറ്റ് ഈസ് യുവർ ഓൺ. വേറൊരു വ്യക്തിയുടെ ആശയങ്ങളോ അല്ലെങ്കിൽ കൃതിയോ പിന്നെ എടുത്തിട്ട് അത് തൻ്റെതാണെന്ന് പറയുക, അത് നമ്മളുടേതാണെന്ന് പറയുക. അതിനെയാണ് എന്ത് പറയുന്നത്? പ്ലേജിയാറിസം എന്ന് പറയുന്നത്. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ, റിഡൻഡൻസി എന്നാൽ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് നോട്ട് ഓർ നോ ലോങ്ങർ നീഡഡ് ഓർ യൂസ്ഫുൾ എന്നാണ്. മലയാളത്തിൻ്റെ അർത്ഥം അതിൽ വേണ്ടതിലധികം അല്ലെങ്കിൽ ആവശ്യത്തിലധികമുള്ള, കണക്കിലേറെയുള്ള, അതിസമൃദ്ധമായ എന്നൊക്കെയാണ് നമ്മൾ അതിൻ്റെ റിഡൻഡൻസിയുടെ അർത്ഥം. Okay. Now read the following extract. In one day, the face of Ananda Bhavan changed. The expensive silverware, costly carpets, and drapes were thrown out. Chandeliers were smashed to smithereens. ഒരു ദിവസം ആനന്ദ ഭവൻ്റെ മുഖഛായ പൂർണ്ണമായും മാറി എന്ന് പറയാണ്. എങ്ങനെയാണ്? എക്സ്പെൻസീവ് സിൽവർ വെയർ എന്ന് പറഞ്ഞാൽ വെള്ളി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആഭരണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അലങ്കാര വസ്തുക്കളൊക്കെ സിൽവർ വെയർ എന്ന് പറയും. അപ്പം വിലപിടിപ്പുള്ള വെള്ളി കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ, വസ്തുക്കളൊക്കെ, അതുപോലെ കോസ്റ്റ്ലി കാർപ്പറ്റ്സ്, വില കൂടിയ പരവതാനികൾ, ആൻഡ് ഡ്രൈപ്സ് എന്ന് പറഞ്ഞാൽ തിരശ്ശീലകൾ. ഡ്രൈപ്സ് എന്താ, അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന നല്ല തുണികൾ കൊണ്ട് അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കുന്ന തുണികൾ ഒക്കെ എന്താണ്? ഡ്രൈപ്സ് എന്ന് പറയും. അവയൊക്കെ വലിച്ചെറിയപ്പെട്ടു. അപ്പോൾ എന്താണ്? വെള്ളി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പിന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അതുപോലെ വിലപിടിപ്പുള്ള പരവതാനികൾ, അതുപോലെ പിന്നെ അലങ്കാരത്തിനൊക്കെ വെച്ചിട്ടുള്ള പിന്നെ തിരശ്ശീലകളൊക്കെ ആനന്ദഭവനിൽ നിന്നും വലിച്ചെറിഞ്ഞു എന്ന് പറയണം. ഷാൻഡ്ലിയേഴ്സ് വർ സ്മാഷ്ഡ് ടു സ്മിഥറീൻസ്. ഷാൻഡ്ലിയേഴ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളൊരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ബഹുശാഖാ ദീപം എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അനേകം മെഴുകുതിരികളോ അല്ലെങ്കിൽ ദീപങ്ങളോ ഒരേ സമയത്ത് കത്തിക്കുന്ന വിധത്തിൽ ഉണ്ടാക്കിയ വിളക്കിനാണ്. അതായത് ഒരുപാട് മെഴുകുതിരികൾ അല്ലെങ്കിൽ ഒരുപാട് വിളക്കുകളൊക്കെ ഒരേ സമയത്ത് കത്തിക്കുന്ന വിധത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിളക്ക്. അതൊക്കെ നമ്മളിപ്പം പിന്നെ തൂക്കിയിട്ടിട്ടുള്ള ചില ബൾബുകളൊക്കെ തൂക്കിയിട്ടുണ്ടാകും. ഒരുപാട് ശാഖകളൊക്കെ ഉണ്ടായിട്ട് പണ്ടാണ് ഇപ്പോൾ മെഴുകുതിരികൾ, അന്നത്തെ കാലത്താണ് അത് മെഴുകുതിരികളും അതുപോലെ വിളക്കുമായത്. ഇപ്പോഴെന്താണ് അതിന് ബൾബുകളാണ് ഉണ്ടായിരുന്നതെന്ന് പറയാം. അവയൊക്കെ എന്താ? വേർ സ്മാഷ്ഡ് ടു സ്മിഥേൺസ്. അപ്പോൾ ഈ ഷാൻഡ്ലിയേഴ്സ്, അത്തരത്തിലുള്ള ബഹുശാഖാ ദീപങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് എന്താണ്? തകർത്ത് തരിപ്പണമാക്കി. സ്മിഥറൈൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ച് തവിട് പൊടിയാക്കി എന്നൊക്കെ പറയില്ല, അതാണ്. ഗാർമെൻറ്റ്സ് മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ വർ പൈൽഡ് അപ്പ് ഇൻ ദ ഫ്രണ്ട് യാർഡ്. അതായത് ഇന്ത്യക്ക് പുറത്ത്, അതായത് വിദേശ വസ്ത്രങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഗാർമെൻറ്റ്സ് മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുമ്പം വിദേശത്ത് ഉണ്ടാക്കിയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ വർ പൈൽഡ് അപ്പ് ഇൻ ദ ഫ്രണ്ട് യാർഡ്. അവയൊക്കെ എന്താണ്? പിന്നെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ കൂന കൂട്ടിയിരിക്കുകയാണ്. പൈൽഡ് അപ്പ് ഇൻ ദ ഫ്രണ്ട് യാർഡ് എന്ന് പറയുന്ന കൂന കൂട്ടിയിരിക്കുകയാണ്. സിൽക്ക് സാറ്റിൻ ആൻഡ് ഷിഫോൺ വർ പൈൽഡ് ഓൺ ദ ഗ്രൗണ്ട്. സിൽക്ക് സാറ്റിൻ എന്ന് പറഞ്ഞാൽ ഒരുതരം പട്ട് തുണിയാണ്. അതുപോലെ ഷിഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രത്തിൽ പിന്നെ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന നേരിയ തരത്തിലുള്ള അലങ്കാര തുണിയാണ് ഷിഫോൺ എന്നൊക്കെ പറയുന്നത്. അവയൊക്കെ ഉണ്ട് ഗ്രൗണ്ടിലിങ്ങനെ, പിന്നെ മുറ്റത്തെ ഗ്രൗണ്ടിലിങ്ങനെ കൂന കൂട്ടിയിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇവയൊന്നും പിന്നെ ഉപയോഗശൂന്യമായിട്ട് അല്ല, ഇതൊക്കെ വിദേശത്ത് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്ന ഒരു പിന്നെ പരിപാടി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആനന്ദഭവനിലെ മുറ്റത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത്.
ട്രൗസേഴ്സ് ആൻഡ് സ്യൂട്ട്സ് വർ കാസ്റ്റ് ഓഫ്. അതുപോലെ ട്രൗസേഴ്സും അതുപോലെ സ്യൂട്ട്സും ഒക്കെ എന്താണ് ഉപേക്ഷിക്കപ്പെട്ടു. ലേഡീസ് ത്രൂ അവേ ദെയർ സിൽക്ക് ഡ്രസ്സസ്. സ്ത്രീകൾ അവരുടെ പട്ടുവസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു. എവ്രി മെമ്പർ ഓഫ് ആനന്ദഭവൻ നൗ വോർ ഖാദി. അപ്പോൾ ആനന്ദഭവനിലെ എല്ലാവരും ഇപ്പം ഉപയോഗിക്കുന്നത് ഖാദി വസ്ത്രമാണ് ആയിരുന്നു എന്ന് പറയണം. സമൺ ത്രൂ എ ബേണിംഗ് ഫാഗറ്റ് ഓൺ ദ പൈൽ ഓഫ് ക്ലോത്ത്സ്. ഈ കൂന കൂട്ടിയ വസ്ത്രങ്ങൾക്കിടയിലേക്ക് ഒരാൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കൊള്ളി വലിച്ചെറിഞ്ഞു. അത് ബേണിംഗ് ഫാഗറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? തീക്കൊള്ളി അല്ലെങ്കിൽ വിറക് കെട്ട് എന്നൊക്കെ പറയും. ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ബേണിംഗ് ഫാഗറ്റ് എന്ന് പറഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിറക് കൊള്ളി വലിച്ചെറിഞ്ഞു. ടങ്സ് ഓഫ് ഫയർ ലാപ്ഡ് അപ്പ് ദ ക്ലോത്ത്സ്. തീനാളങ്ങൾ ആ വസ്ത്രങ്ങളെ പൊതിഞ്ഞു എന്ന് പറയണം. ഇന്ദു അപ്പിയേർഡ് ദർ ഇൻ ആൻ എക്സ്പെൻസീവ് ഫ്രോക്ക് പ്രസൻറ്റഡ് ബൈ സമൺ ഇൻ പാരീസ്. അപ്പോൾ ഇന്ദു എന്ന പെൺകുട്ടി അവരെ അവളുടെ വില കൂടിയ വസ്ത്രം അവൾക്ക് പാരീസിലുള്ള ആരോ ഒരാൾ സമ്മാനിച്ച ആ വില കൂടിയ വസ്ത്രം മായി വന്നു. വിതൗട്ട് എനി ഹെസിറ്റേഷൻ ഷീ റിമൂവ്ഡ് ഇറ്റ് ആൻഡ് ത്രൂ ഇറ്റ് ഓൺ ദ ഫയർ. അവളത് അഴിച്ച് ആ വസ്ത്രം അത് ധരിച്ചായിരുന്നു അവൾ വന്നത്. ആ വസ്ത്രം അവൾ ഊരി വിതൗട്ട് എനി ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മടി എന്നർത്ഥം. യാതൊരു തരത്തിലുള്ള മടിയും കാണിക്കാതെ ഷീ റിമൂവ്ഡ് ഇറ്റ് ആൻഡ് ത്രൂ ഇറ്റ് ഓൺ ദ ഫയർ. അവളത് അഴിച്ച് അതാ തീക്കുണ്ടത്തിലേക്ക് അതാ കത്തിക്കൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങളിലേക്ക് അവൾ വലിച്ചെറിഞ്ഞു എന്ന് പറയാം. ഹർ cheeks glowed with joy and pride. സന്തോഷവും അതുപോലെ എന്താ പറയുക അഭിമാനവും കൊണ്ട് അവളുടെ കവിള് തുടുത്തു എന്ന് പറയാണ്. ഗ്ലൗഡ് തിളങ്ങി എന്ന് പറയണം. The eyes which turned to congratulate her got hooked on the doll she held to her bosom. അപ്പോൾ ആ ചെറിയൊരു പെൺകുട്ടിയാണ് ഇന്ദു. അപ്പോൾ ഇന്ദുവിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഭിനന്ദിക്കാൻ വേണ്ടി ഒരുപാട് കണ്ണുകൾ അങ്ങോട്ട് നോക്കിയപ്പം ഗോട്ട് ഹുക്ക്ഡ് ഓൺ ദ ഡോൾ ഷീ ഹെൽഡ് ടു ഹർ ബോസം. അവളുടെ നെഞ്ചിലേക്ക് അവളുടെ ഹൃദയത്തിലേക്ക് അവൾ അടക്കി പിടിച്ച ഒരു പാവക്കുട്ടിയെ അതിലാരോ കണ്ടു എന്ന് പറയുന്നത്. അവളെ അഭിനന്ദിക്കാൻ വേണ്ടി നോക്കിയ ആളുകളിൽ ആരോ ഒരാൾ അവളുടെ ഹൃദയത്തിൽ അടക്കി പിടിച്ച അവളുടെ പാവക്കുട്ടിയെ കണ്ടു. ഇറ്റ് വാസ് ഓൾവേസ് വിത്ത് ഹർ ആസ് ദോ ഓഫ് ഹർ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ആ പാവക്കുട്ടി എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അവളുടെ എന്താ പറയുക ഫ്ലഷ് ആൻഡ് ബ്ലഡ്, അവളുടെ മാംസവും രക്തവും പോലെ തന്നെ. അതുപോലെ തന്നെ അവൾ ഉറങ്ങുമ്പോഴും അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാ സമയത്തും അവളുടെ കൂടെ ഉണ്ടായിരുന്ന പാവക്കുട്ടി. അപ്പോൾ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പാവക്കുട്ടി എല്ലാമായിരുന്നു. ആ പാവക്കുട്ടിയാണ് അവൾ ഹൃദയത്തോട് അടക്കി പിടിച്ചത്. ഇറ്റ് സ്മൈൽഡ് ഇൻ ഹർ ആംസ്. അങ്ങനെ അത് അവളുടെ കൈകളിൽ ഇരുന്ന് പുഞ്ചിരിച്ചു എന്ന് പറയാണ്. എ ബ്യൂട്ടിഫുൾ ഡോൾ, അതിമനോഹരമായിട്ടുള്ള പാവക്കുട്ടി. ദ ഗിഫ്റ്റ് ഓഫ് സം വിസിറ്റർ ടു ആനന്ദഭവനിൽ വന്ന ആരോ ഒരാൾ അവൾക്ക് സമ്മാനിച്ചതായിരുന്നു. ഷീ യൂസ്ഡ് ടു ഹഗ് ഇറ്റ് ടൈറ്റ്ലി ഇൻ ഹർ സ്ലീപ്പ്. അവൾ ഉറങ്ങുമ്പോൾ മുറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു അതിനെ എന്ന് പറയണം. ആ പാവക്കുട്ടിയെ കെട്ടിപ്പിടിക്കാറുണ്ടായിരുന്നു. ഇന്ദു തോട്ട് ദാറ്റ് ഈവൻ ഡോൾസ് ഹാവ് ലൈഫ്. അപ്പോൾ ഇന്ദു വിചാരിച്ചിരുന്നത് ഡോളിനും അല്ലെങ്കിൽ പാവക്കുട്ടിക്കും ജീവനുണ്ട് എന്നായിരുന്നു എന്ന് പറയണം. ഇന്ദുസ് ഡോൾ ഈസ് ഓൾസോ ഫോറിൻ മെയ്ഡ്. അപ്പോൾ അവളെ അഭിനന്ദിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് കണ്ണുകൾ പായിച്ച ആരോ ഒരാൾ പറഞ്ഞു, ഇന്ദുവിൻ്റെ പാവക്കുട്ടിയും വിദേശത്തുനിന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ എന്ന് വിളിച്ചു പറഞ്ഞു. ദ വോയിസ് ഫെൽ ഓൺ ഇന്ദുസ് ഇയേഴ്സ് ലൈക്ക് എ തണ്ടർ ബോൾട്ട്. അപ്പോൾ അവളുടെ ചെവികളിലേക്ക് അത് വന്നത് ഒരു ഇടിമുഴക്കം പോലെയായിരുന്നു എന്ന് പറയാണ്. ഷീ ലുക്ക്ഡ് അറ്റ് ദ ഗ്രൗൾസ് ഐസ്. അങ്ങനെ അവൾ ആ പാവക്കുട്ടിയുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി. ഇറ്റ് സീംഡ് ടു ബാറ്റ് ഇറ്റ്സ് ഐലിഡ്സ് ആസ് ദോ ഇറ്റ് ഹാഡ് എ ലൈഫ്. അത് അതിൻ്റെ പുരികം ഒന്ന് അതിന് ജീവനുള്ളതുപോലെ ഒന്ന് ഇളകി എന്ന് പറയാണ്. ഷീ ഹെൽഡ് ഇറ്റ് ടൈറ്റ്ലി ഫോർ എ മൊമെൻറ്റ്. കുറച്ച് നേരം അവൾ അതിനെ മുറുക്കി പിടിച്ചു. സം ഓഫ് ദ ഓൺലുക്കേഴ്സ് വർ ഗ്രിനിങ്. അപ്പം അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അതിലാരോ അവളെ നോക്കി കളിയാക്കി ചിരിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം വന്നിട്ട് വലിയ കാര്യത്തിന് എന്താ പറയുക അവരുടെ ആ പെൺകുട്ടിയുടെ ഫ്രോക്ക് വിദേശ വസ്ത്രമാണെന്ന് കണ്ടിട്ട് വലിച്ചെറിഞ്ഞ് അവൾ ഇപ്പം ആ പാവക്കുട്ടിയെ മുറുക്കി പിടിക്കുകയാണ്. അത് കണ്ടിട്ടാണ് അവർ പരിഹാസ ചിരിച്ചത്. ഇന്ദു ഡിഡ് നോട്ട് ഹെസിറ്റേറ്റ്. പക്ഷേ ഇന്ദു ഒട്ടും അടിച്ചില്ല എന്ന് പറയാണ്. ഷീ കിസ്ഡ് ഹർ ഡിയർ ഫ്രണ്ട് ഓൺ ദ ഫോർഹെഡ്. ആ
പാവക്കുട്ടിയുടെ നെറ്റിയിൽ അവളൊന്ന് ചുംബിച്ചു. As everyone looked on, she wrenched it with all her strength as though from her heart and flung it on the fire. She could not stand there anymore. She wrenched it with all her strength as though from her heart. അവളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് പോലെ എന്ന് തോന്നിക്കുന്ന വണ്ണം അവൾ ആ പാവയെ ശക്തമായിട്ട് അവിടുന്ന് വലിച്ചെടുത്തു. ആൻഡ് ഫ്ലങ് ഇറ്റ് ഓൺ ദ ഫയർ. എന്നിട്ട് അവൾ ആ തീയിലേക്ക് ഫ്ലങ് ഇറ്റ് വലിച്ചെറിഞ്ഞു. ഷീ കുഡ് നോട്ട് സ്റ്റാൻഡ് ദർ എനിമോർ. അവൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയണം. ദി എയർ അറൗണ്ട് വാസ് ടു ഹോട്ട്. വായു, കാരണം എന്താ വെച്ചാൽ തീനാളങ്ങൾ വല്ലാതെ ഉണ്ട്, അപ്പോൾ അവിടെ ഭയങ്കര ചൂടായിരുന്നു. ഹർ മൈൻഡ് ആൻഡ് ബോഡി കുഡ് ടേക്ക് നോ മോർ ഓഫ് ഇറ്റ്. അവളുടെ മനസ്സും ശരീരവും അവിടെ ഉണ്ടായിരുന്നില്ല. ഷീ റഷ്ഡ് ടു ഹർ ബെഡ്റൂം ആൻഡ് ഫെൽ ഓൺ ദ ഫ്ലോർ. അവളുടെ ബെഡ്റൂമിലേക്ക് ഓടി തറയിലേക്ക് വീണു എന്ന് പറയണം. ദർ ഷീ സോബ്ഡ് ഫോർ എ ലോങ് ടൈം. കുറേ സമയം അവൾ തേങ്ങിക്കരഞ്ഞു എന്ന് പറയും. സോബ്ഡ് എന്ന് പറഞ്ഞാൽ തേങ്ങിക്കരഞ്ഞു. കുറേ നേരം അവൾ തേങ്ങിക്കരഞ്ഞു. The duty to one's nation is so much greater than the love for a doll. Whose voice that? Mother's? Mother India's, Mother Earth. എന്താണ്? The duty to one's nation is so much greater than the love for a doll. ഒരു പാവക്കുട്ടിയോടുള്ള സ്നേഹത്തെക്കാട്ടും പ്രാധാന്യമുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തോടുള്ള കടമ എന്ന് പറയുന്നത്. ഹൂസ് വോയിസ് വാസ് ദാറ്റ്? ആരുടെ ശബ്ദമായിരുന്നു അത്? മദേഴ്സ്, അമ്മയുടേതാണോ? മദർ ഇന്ത്യാസ്, ഭാരതാംബയുടേതാണോ? മദർ ഏർത്ത്സ്, അതായത് മാതൃഭൂമിയുടേതാണോ എന്ന് ചോദിച്ച് ദ വിൻഡ് ഇൻ ദ മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞ ജോർജ് ഓണക്കൂറിൻ്റെ ഒരു ആർട്ടിക്കിളിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട് നമ്മൾ ആ ഇന്ദു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി പിന്നെ നമ്മുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്ന് പറയണം. ആനന്ദഭവൻ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ വീടായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു ഈ പെൺകുട്ടി. അവൾക്കന്നും വെൻ യു റീഡ് ഇറ്റ് യു ക്യാൻ ഫീൽ ദ സ്പിരിറ്റ് ഓഫ് ഫ്രീഡം എമംഗ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വായിക്കുമ്പോൾ അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആഗ്രഹമൊക്കെ നമുക്കതിൽ വായിച്ചെടുക്കാമെന്ന് പറയണം. Imagine you are a media person reporting for the Indian press. Report this incident in your own words. Make a speech about this incident. ഈ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഒരു സ്പീച്ച് തയ്യാറാക്കാനും, അല്ലെങ്കിൽ നിങ്ങളൊരു പത്ര റിപ്പോർട്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ മീഡിയ പേഴ്സൺ ആണെങ്കിൽ എങ്ങനെയാണ് ഇത് പത്രത്തിലേക്ക് വേണ്ടിയിട്ട് ഈ ഇൻസിഡൻറ്റ് എഴുതുക, അതൊക്കെ നല്ല രീതിയിലുള്ള സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് എഴുതാമെന്ന് പറയണം. Newspaper is a medium meant for the eyes. How do other media entertain you? ഇപ്പം പത്രം എന്ന് പറയുന്നത് നമ്മൾ പേപ്പറൊക്കെ വായിക്കലാണല്ലേ, കണ്ണുകളാണ്. ഹൗ ഡു ദ അതർ മീഡിയ എൻ്റർടൈൻ? മറ്റുള്ള മീഡിയ എങ്ങനെയാണ് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നത്? ഡു യു ലിസൺ ടു റേഡിയോ? റേഡിയോ കേൾക്കാറുണ്ടോ? ഹൗ ഡസ് ദ റേഡിയോ സർവൈവ് ടുഡേ? എങ്ങനെയാണ് ഇപ്പോഴും റേഡിയോ അതിജീവിക്കുന്നത്? വിച്ച് ആർ ദ മോസ്റ്റ് പോപ്പുലർ റേഡിയോ സ്റ്റേഷൻസ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ പ്രധാനപ്പെട്ട റേഡിയോ സ്റ്റേഷൻസുകൾ ഏതൊക്കെയാണ്? റേഡിയോ ഇസ് മീൻ ഫോർ ദ ഇയേഴ്സ് ആൻഡ് നോട്ട് ഫോർ ദ ഐസ്. അത് കേൾവിക്കാണ് റേഡിയോ എന്ന് പറയുന്നത്. റൈറ്റിംഗ് ന്യൂസ് ഫോർ റേഡിയോ ഈസ് ഡിഫറെൻറ്റ് ഫ്രം റൈറ്റിംഗ് ന്യൂസ് ഫോർ ദ ന്യൂസ് പേപ്പർ ഓർ ദ ടെലിവിഷൻ. ടെലിവിഷന് വേണ്ടി എഴുതുന്നതും പത്രത്തിന് വേണ്ടി എഴുതുന്നതും പോലെയല്ല റേഡിയോയ്ക്ക് വേണ്ടി ന്യൂസ് എഴുതുന്നത് പറയുന്നത്. ഐഡൻറ്റിഫൈ സം ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് റേഡിയോ ലാംഗ്വേജ് ഫ്രം ദ ഫ്ലോവിംഗ് ന്യൂസ്. അപ്പം ചില സവിശേഷതകൾ നമ്മൾ കാണാം. An explosion followed by a huge sheets of flame rising hundreds of feet up the sky over Troy this morning. A security guard called the fire department at 4:30, and when firelights arrived just 6 minutes later, the fire had escalated. Chief Judge Chris Sowek said his men battled for 5 hours before they brought it under control. The fire's cause is unknown, but they haven't ruled out arson. No one was injured. Police officials and fire department arson investigators say they'll issue a full report as early as Monday night. In Troy, I'm Rip Reed, News Radio 93.6. Radio is a verbal communication medium, and the language to be used for knitting radio content must be spoken, easy and colloquial. അപ്പോൾ റേഡിയോ ലാംഗ്വേജ് എന്ന് പറയുമ്പം അത് സ്പോക്കൺ ലാംഗ്വേജ് എന്നാണ്. ഈസി ആയിരിക്കും, അത് കൊളോക്കിയൽ ആയിരിക്കും. വാട്ട് റേഡിയോ ടെക്സ്റ്റ് വുഡ് യു മേക്ക് ഫോർ ദ ഫോളോവിംഗ് ന്യൂസ്? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ 2ാമത്തെ ചാപ്റ്റർ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇമ്പ്രൂവ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പ്രയോജനപ്പെടും വിധമാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.